ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു വെബ് റോസ് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാലോ? വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ്. ഇതിന് ജസ്റ്റ് ഒരു സർക്കിൾ മാത്രം വരച്ചാൽ മതി. വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല. വരച്ചിട്ട് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ലൈൻസ് യൂസ് ചെയ്തതിനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സൂചി മുകളിലേക്ക് എടുത്തിട്ട് തൊട്ടടുത്തുള്ള ലെഫ്റ്റ് ഓർ റൈറ്റ് തൊട്ടടുത്തുള്ള ലൈനിൻ്റെ അകത്ത് കൂടി അത് താഴെ കൂടി വീഡിയോയിൽ കാണുന്ന പോലെ താഴെ കൂടെ ഇത് കയറ്റി ഇറക്കുക. അങ്ങനെ ഒന്നിടവിട്ട ലൈൻസിൽ കൂടെ ഇത് കയറ്റി ഇറക്കുക. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഞാനിവിടെ ഒരു 12 സ്ട്രാൻഡ്സ് ആണ് മൊത്തം എടുത്തിട്ടുള്ളത്. നമ്മുടെ ത്രെഡ് വന്നിട്ട് 6 സ്ട്രാൻഡ്സ് ആയിരിക്കുമല്ലോ. അങ്ങനെ ആ ഒരു സ്ട്രാൻഡ് കംപ്ലീറ്റ് എടുത്തിട്ട് അതിനെ ഒരുമിച്ച് നോട്ട് ചെയ്തിട്ട് മൊത്തം 12 സ്ട്രാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഫ്ലവർ കുറച്ചും കൂടെ പഫി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എത്ര സ്ട്രാൻഡ്സ് കൂടുതൽ എടുക്കുന്നോ അപ്പം നമുക്കത് കുറച്ചും കൂടി ഭംഗിയായിട്ടിരിക്കും. സ്ട്രാൻഡ് കുറച്ചെടുത്താലും നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ട് വരിക. ഇവിടെ ഞാനിപ്പോൾ ത്രെഡ് നല്ല ലെങ്തിലാണ് എടുത്തിട്ടുള്ളത്. അതായത് ആ ഫ്ലവർ എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ എത്ര ലെങ്ത് വേണോ അത്രയും ലെങ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ബിഗിനേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും ലെങ്ത് കുറച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്രയും ലെങ്തിലെടുക്കുമ്പോഴത്തേക്കും അത് കെട്ട് വീഴാനും കുരുങ്ങിപ്പോകാനും ഒക്കെ ചാൻസ് നല്ല കൂടുതലാണ്. അതുകൊണ്ട് ലെങ്ത് കുറച്ചെടുത്തിട്ട് ഒന്ന് എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞിട്ട് ലെങ്ത് കൂട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ലെങ്ത് എടുക്കുമ്പോഴത്തേക്കും ഈ ഫ്ലവർ തീരുന്നതിന് മുന്നേ തന്നെ ത്രെഡ് തീർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെ വെച്ചാണോ ഇത് തീർന്നു പോകുന്നത് അവിടെ വെച്ച് തന്നെ ഇത് താഴേക്ക് ഇറക്കിയിട്ട് അവിടെ ഒന്ന് കെട്ടിട്ടിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ വീണ്ടും സൂചിയിൽ നൂല് കൊരുത്തിട്ട് നമ്മൾ എവിടെയാണോ നിർത്തിയത്, അതായത് നൂല് തീർന്നപ്പോൾ എവിടെയാണോ താഴേക്ക് ഇറക്കിയത് അതിന് തൊട്ടടുത്ത് തന്നെ സൂചി വീണ്ടും മുകളിലേക്ക് എടുത്തിട്ട് നമ്മൾ ചെയ്തതുപോലെ വീണ്ടും ഒന്നിടവിട്ട ലൈൻസിൽ കൂടെ കയറ്റി ഇറക്കി ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ആ സെയിം പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവാം. എന്നിട്ട് നമുക്ക് ആ 5 ലൈൻസും ഒന്നും പുറത്തേക്ക് കാണാൻ പറ്റാത്ത അത്രയും രീതിക്ക് നമ്മുടെ മാക്സിമം നമ്മൾ അതിൽ കൂടി ഇങ്ങനെ ചുറ്റിയെടുക്കണം. അങ്ങനെ ചുറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. സോ അത്രയും ഈസി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണിത്. എംബ്രോയ്ഡറി ഒരു പരിചയവും ഇല്ലാത്ത അത്രയും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റിച്ചാണ്. വളരെ ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് നമുക്ക് ഡ്രസ്സിലുമൊക്കെ. പിന്നെ എംബ്രോയ്ഡറി ഇതേപോലെ വെഡ്ഡിങ് ഹൂപ്സ് ഒക്കെ ചെയ്യാനാണെങ്കിലൊക്കെ നമുക്ക് ഈ ഫ്ലവേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.